ഹായ്! ഞാനൊരു യാത്ര പോയി. യാതൊരു പരിചയവുമില്ലാത്ത 42 ആളുകളുമായിട്ട്. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വലിയൊരു ഇവിടുന്ന് ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടുന്ന് ട്രെയിന് കയറുന്നു. 3:30ക്ക് വണ്ടി കയറുന്നു. അവിടെ എത്തുന്നു. അവിടെ രാത്രി 8 മണി അങ്ങനെ അവിടെ എത്തുന്നു. പിന്നെ അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് യാത്ര. ഇവിടുന്ന് എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്ന്. അങ്ങനെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങള് എന്താക്കി ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങള് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ പോകുന്നു. അവിടെ വെച്ചാണ് ഞാനീ പറയുന്ന എല്ലാ മെമ്പേഴ്സിനെയും 42 ആളുണ്ട്. അവരൊക്കെ ഞാൻ അവിടുന്ന് പരിചയപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്താക്കുന്നത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ ആടിയും പാടിയും മനോഹരമായിട്ട് അവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. യാതൊരു ഔപചാരികതയും ഇല്ലാതെ അവിടെ വെച്ചങ്ങ് നമ്മൾ കണക്റ്റ് ആകണം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്. പിന്നെ ആ യാത്ര അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ബസ്സിൽ നിന്ന് അവിടെ ആടിയും പാടിയും എന്തോ ഒരു ഹാപ്പിനെസ് ആയിരുന്നു എല്ലാവരുമായിട്ടും. നമ്മൾ ഇതുവരെ കാണാത്ത ആളുകളാണ്. ഒരു പരിചയവുമില്ല. എന്താ പറയാ, ഒരു ഫോൺ കോൺടാക്റ്റ് ഇല്ല. ഒരു കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നുമല്ല, ആരുമല്ല. അവിടെ അവിടെ വെച്ച് കാണുന്നു. അവിടെ വെച്ച് അങ്ങോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പരസ്പരം പങ്കുവെക്കലിന്റെ സൗഹൃദത്തിന്റെ ഒരു ആനന്ദത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. പലരും പല സ്ട്രഗിൾസ് ഒക്കെ അനുഭവിക്കുന്നവരാണ് ലൈഫിൽ. അവരായാലും ഞാനായാലൊക്കെ. അപ്പൊ അതൊക്കെ അങ്ങ് മറന്നുപോയി കുറച്ചു നേരത്തേക്ക്. അവിടെ എത്തി. ഇവിടെ മൂന്നാറിൽ കൂടാരം എന്ന് പറയുന്ന ക്യാമ്പ്, അവിടെ ക്യാമ്പ് ചെയ്തു. അവിടെ നല്ല ഭക്ഷണം കഴിച്ചു. ഒരുപാട് ഗെയിം കളിച്ചു. ആടിപ്പാടി പരസ്പരം മനസ്സിലാക്കി. അവിടെ ടെന്റിൽ താമസിക്കുന്നു. അതൊക്കെ എന്താ പറയാ, ഒരു മനോഹരമായ നിമിഷങ്ങളാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു മൊമെന്റ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലൈഫിൽ ഇതുപോലെ ഒരു യാത്ര നടത്തണം എന്നാ എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞു, വി ആർ നോട്ട് എ സ്ട്രേഞ്ചേഴ്സ്. ഞങ്ങൾ ഒരുമിപ്പിന്റെ ആനന്ദം അറിഞ്ഞവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ആ ഗ്രൂപ്പ് ആക്റ്റീവാണ്. അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, അതുപോലെ ആന്ധ്രയിൽ നിന്ന്, അങ്ങനെ പല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ രാജ്യത്തിന്റെ പല ഭാഗത്ത്, അതുപോലെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് ആളുകൾ അവരുമായിട്ടൊക്കെ പോയി ആ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് സൗഹൃദം അങ്ങനെ എന്താ പറയാ, കത്തി 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 അടിച്ചടിച്ച് പോകുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. ഇനിയിപ്പോൾ അവരുടെ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ അവിടെ ക്ഷണമുണ്ടാവും. അപ്പോൾ അവിടെ പങ്കെടുക്കാൻ പറ്റും. അവിടെ നിന്ന് വേറെ ആളെ പരിചയപ്പെടാൻ പറ്റും. എൻ്റെ എന്ത് ഫംഗ്ഷൻ വരുമ്പോൾ അവരെ ക്ഷണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സൗഹൃദത്തിന്റെ ഒരു നെറ്റ്വർക്കായി അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, സ്ട്രഗിൾ അനുഭവിക്കുന്ന, ജീവിതത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന, ജീവിതത്തിന്റെ ഈ സംഘർഷങ്ങളും സ്ട്രഗിളിങ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആരുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു യാത്ര, ഈ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഇങ്ങനെയുള്ള യാത്രാ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. അത് സെലക്ട് ചെയ്യുക, യാത്ര ചെയ്യുക, ആനന്ദത്തിന്റെ നിർവൃതി അടയുക, തിരിച്ചു വരിക, ഒരുപാട് മെമ്മറീസ് ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെയൊക്കെ ഒലിപ്പിച്ച് എന്താ പറയുക, വൃത്തിയാക്കി വെടിപ്പാക്കി കളഞ്ഞേക്കുക. നിങ്ങളുടെ ഹാർട്ടിൽ എന്നും അവിടെ എന്താ പറയുക, അതുണ്ടാവും. ഞാൻ ഇപ്പം പറഞ്ഞു, വി ആർ നോട്ട് എ സ്ട്രേഞ്ചേഴ്സ്. ഞങ്ങൾ ഒരുമിപ്പിന്റെ ആനന്ദവും വീഞ്ഞും കുടിച്ചവരാണ് ഈ കഴിഞ്ഞ ദിവസം. ഓക്കെ, ബൈ.